നമസ്കാരം. പുതുക്കിയ വഖഫ് ബില്ലിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് ലോക്സഭയിൽ നടക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ ഇന്ത്യ സഖ്യം ഭേദഗതികൾക്ക് പിന്നിൽ വിഭജനം ലക്ഷ്യമിട്ടുള്ള സംഘപരിവാർ അജണ്ടയാണ് എന്ന ആരോപണം സഭയിൽ ആവർത്തിച്ചു. മുസ്ലിം ക്ഷേമത്തിനുള്ള നീക്കം എന്ന കേന്ദ്രവാദത്തിന് സംശയത്തിനിട നൽകാത്ത വിധം പിന്തുണ നൽകി TDPയും JDUവും. ബില്ലിനെതിരെ പാർലമെന്റിൽ ഇന്ത്യ മുന്നണിക്ക് ഒറ്റ ശബ്ദമായിരുന്നെങ്കിലും കേരളത്തിൽ UDFിലെയും LDFിലെയും കേരള കോൺഗ്രസുകൾക്ക് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകളുടെ നിലപാടുകളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കേരളത്തിലെ UDF MPമാർ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കരുത് എന്ന ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ആവശ്യത്തിൽ കുടുങ്ങി നിന്ന സംസ്ഥാന കോൺഗ്രസിനും മതിയായ രാഷ്ട്രീയ വിശദീകരണം ഇനി നൽകേണ്ടി വരും. മുനമ്പം ഭൂമി തർക്കത്തിലെ പരിഹാരം എന്നതിനപ്പുറം വഖഫിൽ തെളിയുന്ന രാഷ്ട്രീയം പരിശോധിക്കും ഇന്ന് എൻകൗണ്ടർ പ്രൈം. പ്രേക്ഷകർക്ക് സ്വാഗതം. MES പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ഫസൽ ഗഫൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. KCBCയെ പ്രതിനിധീകരിച്ച് ശ്രീ ജോസഫ് ജൂഡ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ശ്രീ നിജേഷ് അരവിന്ദ്, BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ ജിജി ജോസഫ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴും ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വോട്ടിനിടും. അതിനുശേഷം ഇപ്പോൾ കിരൺ റിജിജു മറുപടി പറയും. അതിനുശേഷം വോട്ടിനിടും. ഈ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിയാകുമ്പോഴേക്കും ഇത് പൂർത്തിയാകും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്ത്യ സഖ്യം ഒന്നാകെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് ഒറ്റ ശബ്ദമായി പാർലമെന്റിൽ സംസാരിച്ചു. പ്രതിനിധികൾ അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. ഇത് സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയമാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചു. കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ KCBC കേരളത്തിലെ MPമാരോട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒറ്റക്കെട്ടായി നിങ്ങൾ ഇതിലെ വ്യവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ട് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് സഭയിൽ ഉണ്ടാകില്ല. കോൺഗ്രസ് വളരെ ശക്തമായി, UDF വളരെ ശക്തമായി ഇതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചു. കേരള കോൺഗ്രസുകൾ എങ്ങനെയായിരിക്കും അവരുടെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുക? ഇപ്പോൾ LDFിൻ്റെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് M ആണെങ്കിലും UDFിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് MP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ അനുവാദം ചോദിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അവർക്ക് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ വലിയ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരില്ലേ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കേരളത്തിലെ സാമുദായിക സംഘടനകൾ പറയണമെന്നല്ല ജനങ്ങൾ കേൾക്കുന്നത്. ജനങ്ങൾ, അതായത് ഇപ്പോൾ MLAമാരും MPമാരടക്കം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ മതപരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ അനൂപ് ജേക്കബ് മനസ്സിലല്ലേ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലാണല്ലോ 2 പ്രശ്നങ്ങളുള്ളത്. ഒന്നായത് ഈ ഓർത്തഡോക്സ് സഭയുടെ പ്രശ്നവും ജേക്കോബൈറ്റ് സഭയുടെ പ്രശ്നവും. സുപ്രീം കോടതിയുടെ വിധി വന്നു, ജേക്കോബൈറ്റ് സഭയ്ക്ക് എതിരായിട്ട് വന്നു. അതായത് കേരള CM ജേക്കോബൈറ്റ് സഭയ്ക്ക് അനുകൂലമായിട്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അവർ തോന്നിയ വിധത്തിൽ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. അങ്ങനെയൊക്കെ സാധാരണ KCBC പറയുന്നതൊക്കെ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നമുക്കറിയാം. നമ്മുടെ വിമോചന സമര കാലഘട്ടത്തിൽ വേണമെച്ചാൽ പറഞ്ഞാൽ ചെയ്യുക, അതൊരു പൊതുകാര്യമാണ്. അപ്പോൾ KCBCയോ അല്ലെങ്കിൽ SNDPയോ അല്ലെങ്കിൽ ഞങ്ങളുടെ MES ഒക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയും. അതേസമയം ഞങ്ങൾ പറഞ്ഞൊന്നുമല്ല കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ MES എന്ന് പറയണ്ട, ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സമസ്തയും മുസ്ലിം ലീഗും കൂടെ തമ്മിൽ പോരാട്ടം ഉണ്ടായി. എന്തുണ്ടായി നിങ്ങൾക്ക് അറിയാലോ. അത് മുസ്ലിം ലീഗ് പറഞ്ഞുകൊടുത്താൽ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, പിളരുമ്പോൾ വളരുക, അത് ഉണ്ടായില്ലല്ലോ. അതിൻ്റെ മറിച്ച ഉണ്ടായത് മനസ്സിലല്ലേ. പിളരുമ്പോൾ വളർന്നില്ല, അത് പിളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പിളർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ. അപ്പോൾ സഭ ഇടപെട്ടിട്ട് എന്തുകൊണ്ടാണ് പിളർപ്പില്ലാതാക്കി? സഭയ്ക്ക് ഇടപെടാൻ പറ്റില്ല. കാരണം സഭ ഒരു രാഷ്ട്രീയ സംഘടന. ഞാൻ സഭയുടെ വ്യക്തമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് പറയുന്നത്, സഭയുടെ ജോലി രാഷ്ട്രീയത്തിൽ ഇടപെടലല്ല. സഭയോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ അവരിപ്പോൾ തന്നെ ഈ NSSും SNDPയും ഒക്കെ ഡയലോഗ് പറയാം. അവർ ഇലക്ഷൻ നിന്നിട്ട് അവർക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് നല്ലോണം അറിയാമല്ലോ. ഇലക്ഷൻ നിന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവരഭിപ്രായങ്ങൾ പറയും. ഇപ്പം തന്നെ ഞാനിവിടെ വന്നിട്ട് ഞാനൊരു അഭിപ്രായം പറയും, അത്രേ ഉള്ളൂ. ഒരു തരത്തിലും വെട്ടിലാക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ UDF MPമാരോട് സഭ ആവശ്യപ്പെടുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം. പക്ഷേ ഈ സഭ പറയുന്നത് പോലെയല്ല ക്രൈസ്തവ വോട്ടുകൾ സഞ്ചരിക്കുക എന്നൊക്കെ പറയുമ്പോഴും
BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സഭ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ BJPക്കും ഇത് കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഇനി സഭാ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമായി ഇത്തവണ വീഴില്ല എന്ന ഒരു ആശങ്ക സൃഷ്ടിക്കാനും സഭയുടെ ഈ നിലപാടിന് കഴിയില്ലേ? അവിടെ UDFന് ഒരു അധികമായ അധ്വാനം വേണ്ടിവരില്ലേ സഭയെ ബോധ്യപ്പെടുത്താൻ? ഞാൻ ചോദിക്കട്ടെ, മാറി മാറി ജോസഫും മാണിയും PC ജോർജും ഒക്കെ LDFിൽ പോവുകയും പിന്നെ UDFിൽ പോവുകയും അങ്ങോട്ട് വരികയും ഇങ്ങോട്ട്, അവസാനം നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇവരെവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള സംഭവം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് മാണി സാറിൻ്റെ മകൻ ഇപ്പോൾ LDFിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത്. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതൊരു 1980 അന്ന് മറ്റേ LDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ബേസിക്കലി അവർ UDFകാരാണ്. അപ്പോൾ UDFിൻ്റെ ഒരു തീരുമാനത്തിനെതിരായിട്ട് പോകാനായിട്ട് വലിയ പ്രയാസമുള്ളവരാണ്. പക്ഷെ അവരിപ്പോൾ LDFിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ രാഷ്ട്രീയത്തിലുണ്ട്. മാത്രമല്ല കോൺഗ്രസ് MPമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, അവർ വിപ്പ് ലംഘിക്കണ്ടേ, അവർ അഭിപ്രായം പറഞ്ഞോട്ടെ. അവർ വിപ്പ് ലംഘിച്ചാൽ എന്തായിരിക്കും സ്ഥിതി കേരളത്തിൽ? അവർ സീറ്റ് പോവും, അതിലുറപ്പുള്ളൂ. പിളർപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, സീറ്റ് പോവും. അപ്പോൾ അതിനൊന്നും അവർ നിൽക്കില്ല. അവർക്ക് അവർ അഭിപ്രായം പറയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ കേട്ടല്ലോ ഡീൻ കുര്യാക്കോസിൻ്റെ. അപ്പം ഞാനിവിടെ ഇരുന്ന് അഭിപ്രായം പറയണം മാതിരി ഡീൻ കുര്യാക്കോസിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ എവൻച്വലി അദ്ദേഹം അവരുടെ പാർട്ടി വിപ്പിനനുസരിച്ചിട്ട് നീങ്ങേണ്ടി വരും. ഇപ്പം തന്നെ JDUവും മറ്റേ നമ്മുടെ തെലുഗുദേശവും വിപ്പ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. എന്നാൽ അവർക്ക് പേടിയുണ്ട്, അതിൽ MLAമാർ MPമാർ മാറ്റി വോട്ട് ചെയ്യുമെന്നുള്ള പേടിയുണ്ട് അവർ തന്നെ വിപ്പ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് തീർച്ചയായിട്ടും അതൊരു ക്രൈസിസാണ്. കാരണം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഏറ്റവും ശക്തമായിട്ടുള്ള മതസംഘടന അല്ല സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ അത് KCBC ആണ്. SNDP യോഗം NSS സമസ്ത എന്ന് പറയാനല്ല. ഇവർ ജന്മം തൊട്ടിട്ട് മാമോദീസ മുക്കുന്ന ദിവസം തൊട്ടിട്ട്, ഞാൻ തെമ്മാടിക്കുഴി എന്ന് പറയുന്നില്ല, കുഴിയിൽ വെക്കണ സമയം വരെ ഇവരെല്ലാവരും വിശ്വാസികളെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ധിക്കരിച്ചൊന്നും ഇവർക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇവർ പോയി സംസാരിക്കുമ്പോൾ നമ്മുടെ UDFിൻ്റെ നേതാക്കന്മാർ അവിടെ പോയി സംസാരിക്കും. പക്ഷേ ഈ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ താങ്കൾ പറയുന്നത് ക്രൈസ്തവ വോട്ടർമാരെ സ്വാധീനിക്കാൻ പോന്ന തരത്തിലുള്ള ഒരു വലിപ്പമൊന്നും ഈ കാര്യത്തിലില്ല, അത് ഒരു സമുദായ സംഘടനയ്ക്കും ഉണ്ടാകില്ല എന്നതാണല്ലോ താങ്കളുടെ വാദം. അത് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ സഭ ഈ സ്വീകരിച്ചിരിക്കുന്ന സമീപനം കേരളത്തിൽ BJPക്ക് അനുകൂലമായ ഒരു സമീപനമാണ് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? അല്ലാതെ ക്രൈസ്തവ സഭ സ്വീകരിച്ചൊന്നും ഞാൻ പറയൂല, മനസ്സിലായില്ലേ? കാരണം ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ നമ്മൾ കത്തോലിക്കാന്നല്ല ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ സഭയിൽ തന്നെ ജേക്കോബൈറ്റ് മാർ കുര്ലോസും കൂട്ടറും അങ്ങനെ ഒരുപാട് നമ്മുടെ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ബിഷപ്പ്, CSI ചർച്ചിൻ്റെ ബിഷപ്പ്മാർ അവർ പലരും LDFിനൊക്കെ അനുകൂലമായിട്ട് നിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, ഉദാഹരണമായിട്ട് നമ്മുടെ 50-50 തർക്കം നടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന ജേക്കബൈറ്റ് സഭ ഞങ്ങളുടെ കൂടെയാണ് നിന്നത്, മനസ്സിലായി? മാർ ഗ്രിഗോറിയസ് കോളേജ്, CSI സഭ ഞങ്ങളുടെ കൂടെയാണ് നിന്നത് 50-50 എന്നുള്ളത്. ബിലീവേഴ്സ് ചർച്ച് ഞങ്ങളുടെ കൂടെയാണ് നിന്നത്. അപ്പോൾ ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു വാട്ടർ ടൈൻ മോണോലിത്തിക് ആയിട്ടൊരു സംഭവമാണ്. അതിൻ്റെ മത ഇപ്പോൾ നിങ്ങൾ തന്നെ പലവട്ടം വേണോ ഞാൻ ചോദ്യം ചോദിക്കാം, നമ്മുടെ ഗോപി, ഏതെങ്കിലും സംഘടനയുടെ ഫത്വ ഞാൻ അനുസരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടായില്ലേ? ആ വ്യക്തിത്വം തന്നെ ക്രൈസ്തവ സഭയിലുള്ള ആൾക്കാർക്ക് ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും സഭ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സഭക്കാണ് ഏറ്റവും അധികം ശക്തിയുള്ളത് ഈ മതസാമുദായിക സംഘടനകളിൽ ശക്തമായിട്ടുള്ള. കാരണം മതസംഘടന കൂടെയാണ്, വിദ്യാഭ്യാസ സംഘടനയാണ്, സാമുദായിക സംഘടനയാണ്, എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇവർ. ഞങ്ങളുടെ ഇതിലൊക്കെ വ്യത്യസ്ത സംഘടനകളാണ് ഓരോന്നും, മനസ്സിലല്ലേ? ഇപ്പോൾ ഇവർ എല്ലാത്തിനും കൂടി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു റോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂടി കാലം പോകും തോറും റോൾ കുറഞ്ഞു വരികയാണ്. അത് വേറൊന്നുമല്ല, ഈ ന്യൂജൻ അല്ലെങ്കിൽ തലമുറയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതപരമായിട്ടുള്ള ഒരു തിട്ടൂറോ അല്ലെങ്കിൽ ഫത്വയോ അല്ലെങ്കിൽ നമ്മൾ അതിന് ഒരു നിർദ്ദേശമോ അത് ഫോളോ ചെയ്യണവരല്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം, അടുത്ത റൗണ്ടിൽ ഞാനത് പറയാം. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് അതിലോട്ട് നമുക്ക് പോകാൻ എനിക്ക് പിന്നീട് സമയം തരണം, ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് സംസാരിക്കാൻ കൊണ്ട്. ഈ നമ്മുടെ ഏറ്റവും വലിയ ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ.
ഇതേമാതിരി തന്നെ ഹൈന്ദവ സമുദായത്തിന് അങ്ങനത്തെ ഒരു സെൻട്രൽ സെറ്റപ്പ് ഇല്ല. അതേമാതിരി തന്നെ നമ്മുടെ മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് സഭയുടെ സ്വത്തുക്കൊക്കെ ഒരു സെൻട്രലൈസ് സെറ്റപ്പ് ഇല്ല. അതിനെ നിയന്ത്രിക്കണം എന്ന് സംഘടന പറയുന്നുണ്ട്. സിഖ് സഭ SGPC 100% സിഖ് മതത്തിൽപ്പെട്ടവർ മാത്രമുള്ളൂ, നിയന്ത്രണമില്ല. അപ്പോൾ ഒരു മതത്തിൻ്റെ മാത്രം നിയന്ത്രണം നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. അതങ്ങനെ നടത്തുമ്പോൾ ആ മതത്തിൽപ്പെട്ടവരല്ലേ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും കൂടെ അതിൽ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കോളൂ. അത് വെച്ചാൽ അങ്ങനെയാണ് എല്ലാ സാമുദായിക എല്ലാ മതസംഘടനകളുടെയും കാര്യങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടികളുടെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് ഞാൻ അതിന് സെക്കുലർ വ്യൂ പോയിന്റിൽ കാണാൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെയാണല്ലോ. ആ ഒരു ലൈൻ എടുത്തോട്ടെ. അല്ലാതെ ഒരു സമുദായത്തിൻ്റെ മുകളിൽ മാത്രം അത് അടിച്ചേൽപ്പിക്കുന്നതിനെ പറ്റി മാത്രമാണ് എനിക്കുള്ള ബില്ലിനെ പറ്റി നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ താങ്കൾ പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ശ്രീ ജോസഫ് ജൂഡ്, ഇന്ന് നിങ്ങൾ കേരളത്തിലെ MP-മാരോട് ആവശ്യപ്പെട്ടത് ബില്ലിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കാനാണ്. അതിന് കഴിയില്ല എന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ തീരുമാനമായി. കാരണം ഇത് ന്യൂനപക്ഷ വിരുദ്ധവും ഇത് വർഗീയ വിഭജനം ലക്ഷ്യമിട്ടിട്ടുള്ളതും ഇത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിച്ചേക്കാവുന്നതുമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു സമീപനമാണ് ഈ ബില്ലിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല JPCക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ അവർക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം എന്നതിനപ്പുറത്ത് ബില്ലിലെ ഭേദഗതികൾ വരുത്തണമെന്ന് ആ ഭേദഗതികൾ JPC തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കം ഇതുവരെ പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ തുടങ്ങി ഒരു 100,000 കാര്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷത്തിന് പറയാനുണ്ട് ഈ ബില്ലിനെ പിന്തുണയ്ക്കാതിരിക്കാൻ. അവിടെ ഇന്ന് സംസാരിച്ചപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരായിട്ട് നിങ്ങൾ ബില്ല് കൊണ്ടുവരുന്നു, സമീപനം സ്വീകരിക്കുന്നു, പലതരത്തിൽ അവർക്കെതിരെ ആക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, നാളെ നിങ്ങൾ സിഖുകാർക്കെതിരെ തിരിയും. അങ്ങനെ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ബില്ലിന് പിന്നിലുള്ളത് എന്നാണ് KC വേണുഗോപാൽ ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയുടെ വിശാലമായ ഒരു മതേതരത്വത്തെ നിർത്തേണ്ടതും അതിൻ്റെ വിശാലമായ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അപകടകരം എന്ന് പ്രതിപക്ഷം ഉറക്കെ വിളിച്ചു പറയുന്നതുമായ ഒരു സംഭവത്തിൽ എന്തുകൊണ്ടാണ് സഭ ഈ ബില്ലിനെ അനുകൂലിക്കണം എന്ന ഒരു സമ്മർദ്ദം UDF MP-മാർക്ക് മുകളിൽ വെച്ചത്? അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ സഭയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിലെ വ്യവസ്ഥകൾ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ട്. അതിന് ഇടയാകുന്ന വ്യവസ്ഥകൾ, ഭേദഗതികൾ അതിനെ പിന്തുണയ്ക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കത്തോലിക്ക സഭ കേരളത്തിലെ MP-മാരോട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അത് ഒരുപക്ഷെ എതിർക്കാൻ അല്ലെങ്കിൽ അനുകൂലിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. പല കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ കത്തോലിക്ക സഭ അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത് നമുക്കറിയാം. അത് തീർച്ചയായും മുനമ്പം എന്ന് പറയുന്ന നമ്മുടെ സമീപകാലത്തെ നമ്മുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതിൽ ആ മുനമ്പം പ്രശ്നത്തെ സഹായിക്കാനുള്ള ചില വ്യവസ്ഥകൾ ഇതിലുണ്ട് എന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ ഈ ബില്ല് വായിക്കുമ്പോഴേക്കും നമുക്കതിൽ വളരെ കൃത്യമായ ചില വ്യവസ്ഥകൾ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമായ നിലയിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ BJP ഗവൺമെൻറ് ഈ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൽ ചില സൂചനകൾ, അപകട സൂചനകൾ ഉണ്ട് എന്ന വാദത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഡോക്ടർ ഫസൽ കപൂർ ചൂണ്ടിക്കാണിച്ച ആ വാദത്തോട് യോജിക്കുകയാണ്. കാരണം എക്സ് ഓഫീഷ്യോ ആയിട്ട് 2 പേർ സെക്രട്ടറിമാരെന്ന നിലയിൽ വഖഫ് ബോർഡിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ മുസ്ലിം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സിനെ കൂടാതെ 2 പേർ നോൺ മുസ്ലിംസ് എന്ന വ്യവസ്ഥ അതിൻ്റെ ആവശ്യമേ ഇല്ല. പ്രത്യേകിച്ച് ധാരാളം ആളുകൾ ആ വഖഫ് ബോർഡിലുണ്ട്. കേന്ദ്ര വഖഫ് ബോർഡാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡാണെങ്കിലും ധാരാളം ആളുകളുണ്ട്. പല പൊസിഷൻസിൽ നിന്ന് ആളുകളുണ്ട്. സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനെ പ്രതിനിധീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ വ്യാപകമായ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു സമിതിയിലേക്ക് 2 നോൺ മുസ്ലിംസ് വേണമെന്ന നിർബന്ധം അതിൻ്റെ
പിന്നിൽ നമുക്കൊരു നല്ല ഉദ്ദേശം കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ചില വ്യവസ്ഥകളും ഇതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളത്, അതിൻ്റെ അപകടം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുൻപിൽ വളരെ മൗലികമായി വർഷങ്ങളായി തങ്ങളുടെ നിന്ന് കരുതുന്ന ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്നതിൻ്റെ പശ്ചാത്തലം, അടിസ്ഥാനം ഈ വഖഫ് നിയമമാണ്. ആ വഖഫ് നിയമത്തിൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യപ്പെടുന്നതിനായി നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകൾ ഈ ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഉണ്ട് എന്നത് ആ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളോട് KCBC അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സൂചിപ്പിച്ചു, വിപ്പ് എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ വലിയൊരു ആയുധം അത് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ സ്വതന്ത്രമായിട്ട് MP-മാർക്ക് ആ കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ മൗലികമായി KCBC ഉയർത്തിരിക്കുന്ന നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതിനെ അവഗണിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ്, പ്രത്യേക എന്തെങ്കിലും പ്രതിഫലനങ്ങൾ അതും ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നതിൻ്റെ സൂചനയാണല്ലോ നമുക്ക് നൽകുന്നത്. ആ രീതിയിൽ അതിനെ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഈ BJP ഗവൺമെന്റിന്റെ സുതാര്യതയെ ജോസഫ് ജോൺ, ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ UDF-ലെയും LDF-ലെയും കേരള കോൺഗ്രസുകളാകട്ടെ, ഇവരൊക്കെ വഖഫിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് KCBC-ക്ക് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നിലപാടാണോ ഇവർ എടുത്തിരിക്കുന്നത്? ഇപ്പോൾ UDF MP-മാർ, അവർക്ക് വഖഫ് ഭേദഗതി നിയമത്തോട് അനുകൂലമായി നിൽക്കാൻ കഴിയാത്തതിന് അവർക്ക് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഈ ബില്ലിനെതിരായ ഒരു നിലപാടായിരിക്കും ലോക്സഭയിൽ സ്വീകരിക്കുക എന്നവർ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ. ആ കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ഇത്തരത്തിൽ എനിക്ക് ബോധ്യമില്ല. കാരണം പ്രത്യേകിച്ച് UDF നേതാക്കന്മാരോ MP-മാരോ ഏതെങ്കിലും വിധത്തിൽ കത്തോലിക്ക സഭ നേതൃത്വത്തെ ബന്ധപ്പെടുകയോ ഈ വിഷയം ചർച്ച ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ അവർ പിന്നീട് വന്ന് കാണുമായിരിക്കും. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ആശയവിനിമയവും കത്തോലിക്ക സഭയുമായി നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് വഖഫ് നിയമ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം ഇത് മുസ്ലിം ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ബില്ലാണ് എന്നതാണ്. അമുസ്ലിങ്ങളുടെ സ്ഥലം വഖഫായി പ്രഖ്യാപിക്കപ്പെട്ട ഉദാഹരണങ്ങൾ ഈ ഭേദഗതി ബില്ലിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അമിത്ഷാ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ദാനമായി നൽകേണ്ടത് സ്വന്തം സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഇത് രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്താൻ സഹായിക്കുന്നതും ജനാധിപത്യത്തെ ഒരു തരത്തിലും മുറിവേൽപ്പിക്കാത്തതുമായ ഒരു നിലപാടാണ്. ഇത് മൊത്തം ജനതയ്ക്ക് വേണ്ടിയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു വാദം. അതിനെ ഇന്ത്യ സഖ്യം തള്ളുമ്പോൾ, അതിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത് ഏത് തരത്തിലാണ് വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുന്നത്? നിങ്ങൾക്കിത് സഭയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം കേരളത്തിലെ MP-മാർ അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് സഭ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കേരളത്തിൽ UDF-ന്റെ വിജയത്തിന് നിർണായകമാണ് എന്നിരിക്കെ കേരള കോൺഗ്രസുകൾ UDF-ന്റെ ഭാഗമായി നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് അത് ഇന്ത്യക്ക് വേണ്ടിയാണ് എന്നാണ് ബ്രിട്ടീഷുകാരൻ വാദിച്ചത്. പിന്നീട് 1600 മുതൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾക്കറിയാം. BJP-യെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഗോപികൃഷ്ണനോ എനിക്കോ ഈ പാനൽ ചർച്ചയിലിരിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമോ എന്നറിയില്ല. BJP-ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, കുറച്ചു കാലമായി അവർ പിന്തുടരുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ ഓരോ ന്യൂനപക്ഷ സമുദായത്തെയായി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. ആ കീഴ്പ്പെടുത്തലിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇവിടേക്ക് വെച്ചിരിക്കുന്നത് വഖഫ് ബില്ലിലൂടെ. നമ്മൾക്കെല്ലാം അറിയുന്നത് പോലെ നേരത്തെ സഭയുടെ പ്രതിനിധി പോലും പറഞ്ഞു, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പക്ഷയാണ്. ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന അധികാരം, അവകാശം അത് ഇന്ത്യയിൽ ഓരോ പൗരനും, ഓരോ കമ്മ്യൂണിറ്റിക്കും, ഓരോ ആൾക്കും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവനും കിട്ടണം. അതുകൊണ്ടാണ് വളരെ പരസ്യമായിക്കൊണ്ട് BJP കുറുക്കൻ്റെ കണ്ണുകളുമായി കോഴിയെ പിടിക്കാൻ വരുന്ന ഈ ബില്ലിനെതിരെ ശക്തമായ നിലപാടെടുത്തത്. അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല.
അത് നാളുകളിൽ അത് ആരൊക്കെയാണോ അതിൽ സംശയമുള്ളത് ആ സംശയത്തെ നിവർത്തിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് ആ വിഷയം ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുനമ്പം വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുണ്ട്. അവിടുത്തെ 610 കുടുംബത്തിന് പണം കൊടുത്ത് വാങ്ങിയ ആ ഭൂമി അവർക്ക് തന്നെ കിട്ടണം. അതൊരു ലാൻഡ് ഇഷ്യൂ ആണ്, അതൊരു സ്റ്റേറ്റ് ഇഷ്യൂ ആണ്, അത് കോടതിയുള്ള ഇഷ്യൂ ആണ്. അവരെ പുനരധിവസിപ്പിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അതുപോലും ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ അതൊരു ഇരുന്ന് അത് ചർച്ച ചെയ്ത് അവർക്ക് കൊടുക്കണം. അതിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ ബില്ലുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് ഇന്നലകളിൽ അവകാശമായിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും അതിൻ്റെ ഇടയിലേക്ക് ഇതാണ് പ്രശ്നം എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾക്കതിനെ വിശ്വസിക്കാൻ സാധ്യമല്ല. അതിനെ എതിർക്കേണ്ടത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കടമയാണ്. ആ കടമ നിർവഹിക്കും. എന്നാൽ ജനാധിപത്യത്തിൽ എതിർ ശബ്ദങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ എതിർ ശബ്ദം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരെ അവഗണിക്കുകയല്ല ചെയ്യുക, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ബോധ്യപ്പെടുത്തലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. നേരത്തെ പുറത്തു വന്നൊരു വാർത്ത ഫ്രാൻസിസ് ജോർജ് MP ഒക്കെ ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ അനുവാദം ചോദിച്ചു എന്ന വിവരങ്ങൾ വന്നിരുന്നു. UDF-നകത്ത് കേരള കോൺഗ്രസുകൾക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതോ ഇത് ഒറ്റക്കെട്ടായി തന്നെ ഈ നിയമത്തെ എതിർക്കുക എന്നതിനോട് തുറന്ന ഒരു സമീപനം കേരള കോൺഗ്രസിനുണ്ടോ? 2-3 ദിവസമായി ഈ തരത്തിലൊരു ചർച്ച പലരായി ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അറിയേണ്ടത് 15-ാം നൂറ്റാണ്ട് മുതൽ പോർച്ചുഗീസുകാരൻ ആരംഭിച്ച വിഭജന രാഷ്ട്രീയം അത് പിന്നീട് ഡച്ചും ഫ്രഞ്ചും ബ്രിട്ടീഷുകാരിലും എത്തി. അതാണ് ഇന്ന് BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഭജന രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിന്ന് കൊടുത്താൽ നമ്മൾക്ക് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇന്നിപ്പോൾ ക്രൈസ്തവ സഭകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മളൊന്ന് പിറകോട്ട് സഞ്ചരിച്ചാൽ ക്രിസ്ത്യൻ മിഷണറിമാർ കുഷ്ഠരോഗികളെ മുറിവിൽ പോയി മരുന്ന് കെട്ടിവെക്കുമ്പോൾ അവർ മതം മാറ്റാൻ വന്നവരാണ് എന്ന് പ്രചരണം നടത്തിയ ആളുകളാണ് ഇന്ത്യയിലെ സംഘപരിവാറുകാർ. മദർ തെരേസ, ബാക്കിയെല്ലാം അവസാനം മദർ തെരേസയെ പറ്റി ഒരു നല്ല വാക്ക് സംഘികളുടെ ഭാഗത്ത് ഉണ്ടായതായിട്ട് ഗോപികൃഷ്ണൻ അറിയോ? ഗോപികൃഷ്ണൻ 2008 ഒറീസയിൽ 38 പേരെ ചുട്ടരിച്ചു കൊന്നത് ആരാ? 2009 കർണാടകയിൽ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങളും ചർച്ചുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തല്ലി തകർത്താര. 2 ദിവസം മുമ്പ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു പള്ളി കയ്യേറി വികാരിയെ കയ്യേറ്റം ചെയ്തത്. മണിപ്പൂരിൽ ബാക്കിയെല്ലാം അവസാനിപ്പിക്കും. 300-ലധികം ആരാധനാലയങ്ങൾ തല്ലി തകർത്ത് 1 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിലും നാട് വിട്ടും പോവുകയും ചെയ്തൊരു മണിപ്പൂർ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് എങ്കിൽ ആദ്യം റിഹാബിലിറ്റേഷൻ നടത്തുന്നുണ്ട് ഇവരെയല്ലേ? ഇവരോട് ചെയ്യണ്ടേ? ഞാൻ അവിടുത്തെ ജാതിയും മതവും എന്നല്ല പറയുന്നത്. അപ്പോൾ ആ മണിപ്പൂരിൽ ഞങ്ങളൊപ്പം ഭൂരിപക്ഷത്തിനോടൊപ്പം നിന്ന് അവിടുത്തെ ന്യൂനപക്ഷത്തിനെ ചവിട്ടി മെതിച്ചാൽ ഭൂരിപക്ഷം ഞങ്ങളോടൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു BJPക്ക്. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യ വോട്ടർമാർ അത് വളരെ വ്യക്തമായി BJPക്ക് കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയും വിഭജിച്ചും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിൽക്കുമെന്ന് പറയുന്ന സമുദായത്തിലെ ആളുകൾ അവിടെ പോളിംഗ് ബൂത്തിനകത്ത് എത്തിയ സമയത്ത് അവർ മതേതരത്വത്തിന് വേണ്ടി കൈനീട്ടിക്കൊടുത്തു വോട്ട് ചെയ്തു. 2 MP-മാർ കോൺഗ്രസിനുണ്ടായി. അതൊരു വലിയ പാഠമായിരുന്നു, വലിയൊരു മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് ഇന്ത്യ രാജ്യം മുഴുവനുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഭരണപക്ഷത്തേക്ക് ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയ. നമ്മളൊക്കെ പറഞ്ഞ വാഷിംഗ് മെഷീൻ പൊളിറ്റിക്സ് കുറെ കാലമായി BJP ചെയ്യുന്നു. അത് ഒരു ഭാഗത്ത് ED ആണ് എങ്കിൽ മറുഭാഗത്ത് പല രീതിയിൽ കൊണ്ടുവരുന്നു. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഇവിടെ വിഭജിക്കുക. ഇവിടെ ക്രിസ്തുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അതൊരു നെറേറ്റീവിനെ കുറെ കാലമായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നു. ആ ഗ്രൗണ്ട് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും യോജിക്കാത്ത 2 സമുദായമാകുന്നു. വിചാരധാര പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ശത്രു മുസ്ലിംകളാണ്, രണ്ടാമത്തത് ക്രിസ്ത്യാനികളാണ് എന്ന്. അപ്പോൾ ഒന്നാമത്തെ ശത്രുവിനെ രണ്ടാമത്തെ ശത്രുവിനെ കൊണ്ട് അടുപ്പിക്കാൻ, ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് പറഞ്ഞു കൊടുത്ത് അടുപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മാറ്റാൻ BJP ശ്രമിക്കുമ്പോൾ ആ കൗശലത്തെ, കുശാഗ്ര ബുദ്ധിയെ, കുറുക്കന്റെ ബുദ്ധിയെ നമ്മൾ കാണുന്ന സമയത്ത് അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്യം ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്കില്ലേ? മുനമ്പത്തെ 610 ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് പോലെ തന്നെ വേദനിക്കുന്ന മണിപ്പൂരിലെ ജനതയെ പുനരധിവസിക്കേണ്ട ഉത്തരവാദിത്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലേ? എന്തെങ്കിലും ഒരു വിരൽ ഇന്ന് നീട്ടിക്കഴിഞ്ഞോ നരേന്ദ്രമോദി? അവിടെ വരെ പോവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾക്കൊരു രാഷ്ട്രീയത്തെ കാണുമ്പോൾ വേദനിക്കുന്നവന്റെ രാഷ്ട്രീയം നമ്മൾ കണ്ടേ മതിയാകൂ. ആ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കുന്ന സമയത്ത് അതിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ എല്ലാവരും തയ്യാറാവണം. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കിയോ വെട്ടിയോ ആക്ഷേപിച്ചോ അപമാനിച്ചോ അപഹസിച്ചോ കളിയാക്കിയോ മാറ്റി നിർത്തലല്ല, അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവരോടുകൂടി സംസാരിച്ചുകൊണ്ട് എന്താണ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം, ദീർഘകാലമായി നിലനിൽക്കുന്ന ലക്ഷ്യം നമ്മളൊക്കെ ആലോചിച്ചാൽ വളരെ ലളിതമായി, നേരത്തെ ഫസൽ ഗഫൂർ സർ പറഞ്ഞു കഴിഞ്ഞു, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബില്ലിലെ ഭേദഗതികൾ വന്നപ്പോൾ BJP അവകാശപ്പെട്ടത്, കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്, നിങ്ങൾ
ഈ ബില്ലിനെ എതിർത്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് JPC-ക്ക് വിടണമെന്ന്. ഞങ്ങൾ JPC-ക്ക് വിട്ടു. ഇതാ JPC-യിലൂടെ അതിൻ്റെ ഭേദഗതികൾ വന്നിരിക്കുന്നു. ഇനിയും നിങ്ങൾ എന്തിനാണ് ഇതിനെ എതിർപ്പ് രേഖപ്പെടുത്തുന്നത് എന്ന് പാർലമെന്റിൽ BJP അംഗങ്ങൾ ചോദിക്കുകയാണ്. JPC-യിൽ എന്താ സംഭവിച്ചത് ഗോപീഷൻ? നമ്മൾ കുറെ കാലമായി JPC കാണുന്നുണ്ടല്ലോ. നരസിംഹറാവുവിന്റെ കാലഘട്ടം മുതലൊക്കെ JPC നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. മാസങ്ങളോളം ചർച്ച ചെയ്ത JPC-ക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തോ? പ്രതിപക്ഷം മുന്നോട്ട് വെച്ച് അതിനെ അവഗണിച്ചില്ലേ? JPC-ക്കകത്ത് കൃത്യമായ ചർച്ച നടത്തി ഒന്നും ചെയ്തിട്ടില്ല. ഇത് JPC-ക്ക് വിടുക എന്നൊരു ചടങ്ങ് പൂർത്തീകരിക്കൽ മാത്രമാണ് BJP ചെയ്തിട്ടുള്ളത്. BJP ഓരോ ബില്ല് കൊണ്ടുവരുമ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്. പൗരത്വ ഭേദഗതി ബിൽ, ഇന്ത്യ രാജ്യത്ത് അങ്ങേയറ്റം പ്രതിഷേധമുണ്ടാക്കിയ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നപ്പോഴും അവർ പറഞ്ഞത്, ഏക സിവിൽ കോഡ് കൊണ്ടുവന്നപ്പോഴും അവർ പറഞ്ഞത് അവരിതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. പക്ഷേ BJP-യുടെ ചരിത്രം, RSS-ന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക്, സംഘപരിവാറിന്റെ ലക്ഷ്യം അറിയുന്ന ആളുകൾക്ക് ഇത് കൃത്യമാണ്. അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ട്. ആ പ്രതിരോധ പ്രവർത്തനമാണ് കൂടെ നിൽക്കുന്നവരോടൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളൊരു കേവലം 4 വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യയിലെ ദീർഘകാലമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹവർത്തിത്വം, സഹിഷ്ണുതയോടുകൂടിയ മതേതരത്വം, ഇതൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത്. അത് കൈമോശം വന്നു പോവുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജീവിക്കുന്ന, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമുള്ള സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വലിയ പ്രയാസമാണ്. ആ പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ജനാധിപത്യത്തിലൂടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ഒരു ജനതയാണ് കഴിഞ്ഞ 2024 വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത ജനത എത്തിച്ച പ്രതിപക്ഷത്തിന് ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതിനൊറ്റ ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദം ഞങ്ങൾ നേരത്തെ പറഞ്ഞ ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന് പറഞ്ഞ ആ ശബ്ദമാണ്. ആ ശബ്ദത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവൻ്റെതാണ് ഇന്ത്യയുടെ ഭരണഘടന, തള്ളപ്പെട്ടവൻ്റെതാണ് ഇന്ത്യയുടെ ഭരണഘടന. അവനെ കൂടി കൈപിടിച്ചുയർത്തേണ്ടതാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് ശ്രീ ജിജി ജോസഫ്, ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് JPC പരിശോധിച്ച ശേഷം വന്നിട്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങളാണല്ലോ എന്നാണ്. JPC-യുടെ ഘടന എന്തായിരുന്നു? അതിനുശേഷം പ്രതിപക്ഷാംഗങ്ങളും മുസ്ലിം സമൂഹവും ഉന്നയിച്ച ആശങ്കകളും നിർദ്ദേശിച്ച ഭേദഗതികളും എന്തുകൊണ്ട് JPC-യുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായി വന്നില്ല? അത് എങ്ങനെ അവഗണിക്കപ്പെട്ടു? എങ്ങനെയാണ് ഭരണകക്ഷിയുടെ മാത്രം താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു JPC നിർദ്ദേശങ്ങൾ പുറത്തു വന്നത്? മാത്രമല്ല, കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ച് നിർദ്ദേശങ്ങൾക്ക് പകരം ഭേദഗതി തന്നെ JPC വരുത്തുന്ന ഒരു പുതിയ സംഭവവും പാർലമെന്റിനുണ്ടായി. അങ്ങനെ അടിമുടി ജനാധിപത്യ വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ളതും വർഗീയ വിഭജനം ലക്ഷ്യം വെച്ചിട്ടുള്ളതുമായ ഒരു ഇടപെടൽ BJP സർക്കാർ നടത്തിയെന്ന ആരോപണത്തിന് നിങ്ങൾക്ക് എന്താണ് മറുപടി? JPC എന്നത് നിങ്ങൾക്ക് ഈ ബില്ല് കൊണ്ടുവരുന്നതിന് ജനാധിപത്യ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ന്യായമാണോ? JPC-യെ പറ്റി പറയുമ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണമേ പറയുള്ളൂ. ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് JPC കമ്മിറ്റിയെ കാണാൻ വേണ്ടി മുനമ്പത്തുനിന്ന് അവിടുത്തെ സമരസമിതിയുടെ ആളുകളും വികാരി അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാരൻ എന്താ പറഞ്ഞത്? JPC-യിലെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ഇത് ശുദ്ധ നുണയാണ്, ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലോ. തെലങ്കാനയിലെ MP ആണ് അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. ഇതങ്ങനെയല്ല, ഇതിൽ ഇപ്പോൾ ഇവർ പണം കൊടുത്ത് വാങ്ങിയതാണ്, ഇതിൽ പ്രശ്നമുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത്. ഇപ്പം JPC എന്താണെന്ന് മനസ്സിലായില്ലേ? JPC-യിൽ എന്തായിരുന്നു ഇവരുടെ നിലപാടുകൾ എന്ന് മനസ്സിലായില്ലേ? ഇവർ എന്നിട്ട് പുറത്തിറങ്ങി ഇവർ എന്തെങ്കിലും പറയും, ഇവർ കണ്ണടച്ച് എന്തെങ്കിലുമൊക്കെ പറയുക, അതിനെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി വീട്ടിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് മുനമ്പത്ത് വന്ന് VD സതീശൻ പറയുകയും വഖഫ് ഭൂമിയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴും എന്താണ് മുസ്ലിം ലീഗിനെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ പറ്റാത്തത്? നിങ്ങളുടെ ഘടകകക്ഷിയല്ലേ, പറയണ്ടായിരുന്നോ? ആരെങ്കിലും എതിർത്തോ? പക്ഷെ അവിടെ രണ്ടഭിപ്രായമുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ ഫ്രാൻസിസ് ജോർജ് എന്താ പറഞ്ഞത്? അവിടെ വന്നൊരു നിലപാടും കോട്ടയത്ത് നിലപാട് വേറൊരു നിലപാടും. അല്ലല്ല, എന്താ ലീഗിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല ശ്രീജി. എവിടെ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് ലീഗിലോ? ലീഗ് ആദ്യം വഖഫിൻ്റെതല്ല എന്നൊക്കെ മുഹമ്മദ് ഷാ പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കിടയിൽ അതിനെക്കുറിച്ച് ഭിന്നതയുണ്ട് ഈ വിഷയം. പക്ഷെ ആരെ ഇറക്കി വിടാൻ പാടില്ല എന്ന് ഒറ്റ വാചകം മാത്രം പറയും. അല്ല, ഞാൻ ചോദിക്കുന്നത് വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ, വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ലീഗിനകത്ത് എന്ത് ആശയക്കുഴപ്പമാണുള്ളത്? എന്ത് അഭിപ്രായ ഭിന്നതയാണുള്ളത്? ഇല്ല വഖഫ് ഭേദഗതിയുടെ കാലത്തല്ല.
ഞാൻ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഇവർ എന്നിട്ട് പോലും ഈ വഖഫിൻ്റെതല്ല എന്ന് പുറത്ത് പറയുമെങ്കിലും ഇവർ ബാംഗ്ലൂരിൽ ചെന്ന് JPCയുടെ മുന്നിൽ ഇവിടുത്തെ പ്രതിനിധികൾ ചെന്നപ്പോൾ ഇവർ കള്ളമാണ് പറയുന്നതെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് പറഞ്ഞത്. അതായത് JPCയിൽ ഇവരെടുക്കുന്ന നിലപാട് മുഴുവൻ ഏകപക്ഷീയമായ നിലപാടാണ്. ഇതിനെ കാണാനോ പഠിക്കാനോ ഒന്നും ഞാൻ ചോദിച്ചത് അതല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ JPCക്കകത്ത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ഒന്ന് താങ്കൾ പറയൂ. തൃണമൂലിൻ്റെ MLA അവിടെ വന്ന് ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ഗ്ലാസ് അറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെയല്ലേ ചെയ്ത്. അതിൻ്റെ അകത്ത് നടന്ന ചർച്ചകളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇവരോട് ലക്ഷക്കണക്കിന് ആളുകളോട് അഭിപ്രായം തേടിയിട്ടുണ്ട്. ഇവരെടുക്കുന്ന നിലപാട് പക്ഷപാതപരമായ നിലപാടാണ്. പാർലമെൻറ്റിലല്ലേ പിന്നീട് വരുന്നത്. പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യല്ലേ. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ഇത് മുഴുവൻ വിഭജനത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണല്ലോ. ഞാൻ പറഞ്ഞത് JPC എന്താണ്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്? ഇതിലെ ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്തത്? ഭേദഗതി ഇന്നതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിനെതിരെയാണ് ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ ഒന്നുപോലും അംഗീകരിക്കാതിരിക്കുക, മുസ്ലിം സമുദായത്തിന്റെ ആശങ്കകൾ സംബന്ധിച്ച് അതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതിരിക്കുക, അങ്ങനെ ഭരണപക്ഷത്തിന്റെ താല്പര്യപ്രകാരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി സഭയിൽ കൊണ്ടുവരിക, ഭൂരിപക്ഷമുണ്ട് എന്നതിൻ്റെ ആ മിടുക്ക് കാട്ടിക്കൊണ്ട് അത് അംഗീകരിപ്പിക്കുക. അതാണല്ലോ നടന്നത്. അതാണ് ഭരണപക്ഷത്തിനെതിരെയുള്ള ആക്ഷേപം. അവിടെയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന വിമർശനം ഉയരുന്നത്. പിന്നെ രണ്ടാമത് ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് അതൊരു സമുദായത്തെ ലക്ഷ്യം വെക്കുന്നു, ഉന്നം വെക്കുന്നു എന്ന ജനാധിപത്യ വിരുദ്ധമല്ല. ഇവർ അതിൻ്റെ അകത്ത് കയറി എടുക്കേണ്ട നിലപാടുകൾ അവിടെ പക്ഷപാതപരമായും ഈ ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ ഇവർ കൊണ്ടുവരുന്ന ഭേദഗതിയൊന്നും നമുക്ക് നടത്താൻ പറ്റാത്തതാണ്. ഇവർ പറയുന്നത് ഈ ബില്ലേ വേണ്ടെന്ന് പ്രമേയം പാസ്സാക്കിയവരാണ് അവിടെ വന്ന് ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് സംസാരിക്കുക? അവർ ഈ ബില്ല് വേണ്ട എന്ന് ഇവിടെ പ്രമേയം പാസ്സാക്കിയ ഇരു മുന്നണികളുണ്ട്. രണ്ട് മുന്നണി ചേർന്നിട്ടില്ലേ ബില്ല് പാസ്സാക്കിയത് നിയമസഭയിൽ? ഇതിന്റെ പ്രതിനിധികളല്ലേ അവിടെ ചെന്നിട്ട് ഇത് ഭേദഗതിയെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇവരിത് വേണ്ടെന്നേ പറയുന്നത്. ഇതിനെക്കുറിച്ച് കലഹം ഉണ്ടാക്കിയ അംഗീകരിക്കപ്പെടാവുന്ന ഒരു നിലപാടുകളും പറയാത്തവരാണ് ഈ കോൺഗ്രസിന്റെ ആളുകൾ. ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ആളുകൾ JPC കമ്മിറ്റിയിൽ വന്നവർ അംഗീകരിക്കപ്പെടാവുന്ന ഒരു നിലപാടും പറഞ്ഞവരല്ല. അവരെ ഈ ബില്ലേ വേണ്ട എന്ന് പറയുന്നവരാണ്, ഭേദഗതി ബില്ല് വേണ്ട എന്ന് ആവശ്യപ്പെടുന്നവരാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ജനാധിപത്യപരമായിട്ടുള്ള ഞങ്ങളിവിടെ ജയിച്ചത് ജനാധിപത്യപരമായിട്ടാണ് സാർ. ഞങ്ങളല്ലാതെ ചാടിക്കയറി ഇരുന്നതല്ല. ഞങ്ങൾ ജനാധിപത്യപരമായി ജയിച്ചതാണ്. ജനാധിപത്യപരമായി ജയിച്ചതുകൊണ്ടാണ് ജനാധിപത്യപരമായ സഭയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഏകപക്ഷമായി പാസ്സാക്കി പോകുന്നല്ലോ. ഈ JPC പറഞ്ഞു, JPC കൊണ്ടുവന്നു, അതിലെ നിർദ്ദേശങ്ങൾ വെച്ചു. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്താം. അപ്പോഴും നിങ്ങൾ ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ കുറിച്ച് സംസാരിക്കണം. അതല്ല സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ വെച്ചതുമായ എന്ത് കാര്യങ്ങളാണ് JPC അംഗീകരിച്ചതെന്നാണ്. ജഗദാംബിക പാൽ അംഗീകരിച്ച എന്ത് നിർദ്ദേശമാണുള്ളത് ഈ പുതുക്കിയ അല്ലെങ്കിൽ ഈ ഭേദഗതി ചെയ്യപ്പെട്ട ബില്ലിൽ? അല്ലെന്ന് ജഗദാംബിക പാലിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നവർ ഈ ബില്ലേ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കാൻ കയറി ചെല്ലുന്നവരാ. പിന്നെ അവർ വെക്കുന്ന നിർദ്ദേശങ്ങൾ മുഴുവൻ ബില്ല് വേണ്ടെന്നുള്ള നിർദ്ദേശമാണെന്നേ, വേറെ നിർദ്ദേശങ്ങളൊന്നും ഇല്ലെന്നേ. ഇതിൻ്റെ അകത്ത് പിന്നീട് പറയുന്നത് ഈ അമുസ്ലിങ്ങൾ വരുന്നു എന്നുള്ളത് എന്തിനാണ് കളക്ടർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് സുപ്രീം കോടതി ജഡ്ജി, ബാർ കൗൺസിലുള്ള ആളുകൾ? അല്ല, അതൊക്കെ പ്രധാനപ്പെട്ട കൺസേൺ ആണല്ലോ. ഒരു പ്രോപ്പർട്ടി ടൈറ്റിൽ തീരുമാനിക്കുന്ന അവകാശം കളക്ടർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ, പിന്നെ ഇതിലെ അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ് എന്ന ആവശ്യത്തിൽ വരുത്തുന്ന ഭേദഗതി, ഇത്തരം കാര്യങ്ങളിലുള്ള ആശങ്കയാണല്ലോ ഈ ബില്ലിനെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആ കാര്യങ്ങളിൽ വെക്കുന്ന ബദൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക എന്നത് JPCയിൽ സംഭവിക്കേണ്ടതായിരുന്നില്ലേ? അത് പോട്ടെ, എന്തെങ്കിലും ഒരു നിർദ്ദേശം പരിഗണിക്കണ്ടേ? അതല്ലെങ്കിൽ പിന്നെ ഇത് ഏകപക്ഷീയമല്ല എന്ന് പിന്നെ എങ്ങനെ പറയും? സെക്ഷൻ 40യുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് പ്രസ്താവന നടത്തിയിട്ടുള്ളത്? ഇവരുടെ നിലപാടെന്താ അത് പറയട്ടെ.
ഇവർ പൊതുസമൂഹത്തോട് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, സെക്ഷൻ 40യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രിബ്യൂണലല്ല ഇതിൻ്റെ അന്തിമ വാക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവരെന്ത് നിലപാടാണ്? ഞങ്ങൾ ഇതിന് ഇന്ന ഭേദഗതി, ട്രിബ്യൂണൽ വേണ്ട, ഞാൻ ഇപ്പോൾ കളക്ടർക്ക് ഇതിൻ്റെ നോക്കാനുള്ള അധികാരം വരട്ടെ, റവന്യൂ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കളക്ടർ അതിനെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവർക്കത് വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രിബ്യൂണൽ തന്നെ മതി എന്ന് പറയുകയോ അല്ലെങ്കിൽ കളക്ടർ വേണ്ട എന്ന് പറയുക, ഏത് ഭേദഗതിയാണ് ഇവർ പുറത്തു വന്ന് പറഞ്ഞത്? ഇവർ പൊതുസമൂഹത്തോട് പറഞ്ഞല്ലോ, ഇവരിതൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ഞങ്ങളെ അനുവദിച്ചില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവർ ഈ ബില്ല് വേണ്ടെന്നുള്ള, ഈ അമെൻമെന്റ് വേണ്ടെന്നുള്ള വാദക്കാരാണ്. ഈ അമെൻമെന്റിൽ ഈ ബില്ലിൽ തൊടുകേ വേണ്ട എന്നുള്ള വാദക്കാരാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. ശരി ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ വളരെ ചെറിയൊരു ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. BJPയുടെ വാദം, കേന്ദ്ര സർക്കാരിന്റെ വാദം, ഇത് ജനാധിപത്യപരവും മുസ്ലിങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതുമായ നടപടിയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്നതാണ്. അതിലെ രാഷ്ട്രീയമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, BJP അവകാശപ്പെടുന്നത് ഇത് ജനാധിപത്യപരവും മുസ്ലിങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടിട്ടുള്ളതുമാണ്. ഇതിൽ ജനാധിപത്യ വിരുദ്ധമായതോ വർഗീയ ധ്രുവീകരണത്തിലേക്ക് വഴിവെക്കാവുന്നതുമായ ഒന്നുമില്ല. സ്വോദ്ദേശത്തിൽ നടപ്പാക്കപ്പെടുന്നതാണ് ഈ ഭേദഗതി നിയമം എന്നാണ്. മാത്രമല്ല, കിരൺ റിജിജു ഇന്ന് പറഞ്ഞത് മുനമ്പ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാണ് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ്. അപ്പോൾ BJP ഈ ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതിനെങ്ങനെയാണ് ഈ ബിൽ സ്വാധീനിക്കാൻ പോകുന്നത്? അല്ല, ഫസ്റ്റ് പോയിന്റ് ആദ്യം പറയട്ടെ. ഡിവിസീവ് പൊളിറ്റിക്സ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്നത് 2 മുസ്ലിം സ്ത്രീകൾ എടുത്തു, അല്ല സ്ത്രീകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, മുസ്ലിം സ്ത്രീകൾ എടുത്തു. അത് ഓൾറെഡി അതിലുണ്ടെന്ന് കഴിഞ്ഞ ഇതിലുണ്ട്, ബോർഡ്, സെൻട്രൽ വഖഫ് ബോർഡിലുണ്ടാവും. അവരുടെ പേരും ഞാൻ പറയാം, മിസ്സസ് ബാനൂർ, മിസ്സസ് അന്ത്രാബിയാണ്, മനസ്സിലായില്ലേ? അവർ ഓൾറെഡി കുറേ കാലമായിട്ട് അത് പഴയ ബില്ലിൽ തന്നെ ഉണ്ട്. 2013 ബില്ലിൽ സ്ത്രീകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മുസ്ലിം സ്ത്രീകളെ എടുത്തു, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണമാണെന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നത്. രണ്ടാമത്, മുസ്ലിംകളെടുത്ത കൂട്ടത്തിൽ തന്നെ മുസ്ലിമുകളിൽ മനസ്സിലായില്ലേ ഒരു ചെറിയ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ബോരി മുസ്ലിം, ആഗാഖാനി മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർ 0.1% അല്ലെങ്കിൽ 0.2% ഷിയാക്കളിൽ പെട്ടവരാണ്. ഷിയാക്കളിൽ ഒരുപാട്, ഇപ്പോൾ മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹം ഷിയയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ അപ്പോൾ അവർക്ക് അതിലൊരു സീറ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് സീറ്റ് കൊടുത്താൽ പിന്നെ ജനറൽ മുസ്ലിം സീറ്റ് എന്നാലും എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സ്. അപ്പോൾ ഉദാഹരണമായിട്ട് KCBCയുടെ നമ്മുടെ പ്രതിനിധി ഇവിടെ ഉണ്ട്. നമ്മളൊരു ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നറിയോ? 2 കത്തോലിക്കൻ, മനസ്സിലല്ലേ, ഒരു മറ്റേ എന്താ പറയുക CSI, ഇത് നമ്മുടെ ഒരു ലുതേറിയൻ, അങ്ങനെയൊക്കെ ഒരു സഭ എടുക്കുമോ? അങ്ങനെയല്ലോ നമ്മൾ എടുക്കുക. നമ്മൾ 2 ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യോഗ്യരായ 2 ക്രിസ്ത്യാനി, അല്ലാതെ അതിൽ നമ്മളങ്ങനെ നോക്കൂലല്ലോ. ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കാറില്ല. ഇതിലതങ്ങനെ ഡിവൈഡ് ചെയ്ത് അതെൻ്റെ ഒരു പ്രതിഷേധമുണ്ട്. അങ്ങനെ നോക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അവർ പുതിയതായിട്ട് കോടതിയിലൊരു കേസ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കേസ് എന്താണ്? ഫാദറിനറിയാലോ? അത് ഫാദറില്ല, സഭക്കറിയുന്നുണ്ടാവും. അതായത് ഇതേമാതിരി തന്നെ ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കൾക്ക് റെഗുലേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ആരെക്കൊണ്ടോ കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. അതിന് കേസിന് മറ്റേ ഓർഡർ ഇതായിട്ടുണ്ട്. അതായത് ഒപ്പീനിയൻ ഇത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റിനോട് ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കൗണ്ടർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൽ പറയുന്ന രസകരമാണ്, വഖഫ് ബോർഡുള്ള മാതിരി ഉള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളിലും ഇടപെടലാണ്. അതുപോലെ തന്നെ അതിൽ കന്യാസ്ത്രീമാരുടെ ശമ്പളത്തെ പറ്റിയിട്ട്, മറ്റേ നമ്മുടെ ബ്രദേഴ്സിൻ്റെ ശമ്പളത്തെ പറ്റിയിട്ട് അതൊക്കെ ഡിസ്കഷൻ വരെയാണ്. അപ്പോൾ മൊത്തം എല്ലാ സമുദായങ്ങളും മനസ്സിലാക്കണം, അവരെല്ലാ കാര്യങ്ങളിലും ഇൻ്റർഫിയറൻസ് നടക്കുന്നുണ്ട്. ഇവിടെ അയ്യപ്പൻ്റെ വിഷയത്തിൽ നമ്മളിവിടെ ഇൻ്റർഫിയറൻസ് നടക്കുന്നില്ലേ? ജാതിയുടെ പേരിൽ ഇൻ്റർഫിയറൻസ് നടക്കുന്നില്ലേ? അപ്പോൾ ആ നിലക്ക് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഗോപി ചോദിച്ച ചോദ്യം, അതായത് എന്താണ് അതിൻ്റെ കേരളത്തിലെ എഫക്റ്റ് എന്നല്ലേ ചോദിച്ചത്? ഗോപി അങ്ങനെയാണല്ലോ ചോദിച്ചത്, ഞാൻ മനസ്സിലാക്കി. ഇടയിൽ പറഞ്ഞു വേണ്ടി പറയാം. ഒന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, അതൊക്കെ വ്യക്തതരണം. വഖഫ് ബൈ യൂസർ അത് വലിയ പ്രശ്നമാണ്. എന്താ കാര്യം എന്നറിയോ? ഇത് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലോ അതിന് നിസാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ നമ്മൾ നമ്മുടെ ശവസംസ്കാരം നടത്തുന്നതായിട്ടുള്ള ഇടങ്ങൾ, മനസ്സിലായില്ലേ, പള്ളികൾ, ഇതൊക്കെ വഖഫ് ചെയ്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. അന്നത്തെ ഡോക്യുമെൻ്റ് ഉണ്ടാവുമോ?
ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുത്തച്ഛൻ എനിക്ക് നൽകിയ ഭൂമി കിട്ടിയിട്ടില്ല, എനിക്ക് എൻ്റെ പിതാവ് ത്രൂ കിട്ടിയിട്ടുള്ള ഭൂമിക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാവുമോ? അപ്പോൾ അതിന് ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ അതിലൊരു കമ്മീഷണർ വെച്ചിട്ട് കമ്മീഷണർ അതിൻ്റെ പുറകിൽ നടന്ന് പിന്നെ അത് വേറൊരു വിഷയമാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ വല്ല വിഡ്ഢികളുണ്ടെന്ന് വിചാരിച്ചോ ആ ഗ്രാമം വഖഫ് ചെയ്താണെന്ന്? അവരെ ഞങ്ങൾ അപലപിക്കണമെന്നേ. അങ്ങനെ ആരെങ്കിലും ഇനി പാർലമെന്റ് കയറിയിട്ട് വേണമെങ്കിലും സ്വന്തം ഭൂമി വഖഫായി നൽകാം എന്ന നിയമത്തിലും മാറ്റം വരികയാണ്. കാരണം 5 വർഷമെങ്കിലും ഇസ്ലാം മത വിശ്വാസിയായ ആൾക്ക് ഭൂമി വഖഫിന് ദാനം നൽകാൻ സാധിക്കൂ എന്നും ഒരു ഭേദഗതിയുണ്ട്. അതെ, അതിന്ന് പാർലമെൻറ്റിൽ വിഷയമായിട്ടുണ്ട്. എന്താ പറയുക, കാരണം ഈ മുസ്ലിം ആയിട്ടുള്ള 5 കൊല്ലം ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 5 കൊല്ലത്തിൻ്റെ ഇടയിൽ മതപരിവർത്തനം നടത്തിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, അയാൾക്ക് അധികാരമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ KCBCയുടെ വ്യക്തത മനസ്സിലാക്കേണ്ടതാണ്. 2 സഹോദരന്മാർ തമിഴ്നാട്ടിലുണ്ടെന്ന് ചോദിച്ചാൽ സ്ഥിരം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഒരാൾ മുസ്ലിം ആവുന്നു അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യാനി ആവുന്നു ഉദാഹരണമായിട്ട്. അപ്പോൾ അതോടുകൂടി അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോവാണ്. ആ കൂട്ടത്തിൽ പെട്ടാണിത്. ഇപ്പോൾ നിങ്ങൾ സംവരണത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട്. അതേമാതിരി ഇതിൽ പറയണം 5 കൊല്ലത്തിനിടയിലാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് കിട്ടൂല. അപ്പോൾ ഇതൊക്കെ ആരാലോചിച്ചുണ്ടാക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഏതായാലും ഒരു കാര്യം നമ്മൾ കേരളത്തിലെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അനാവശ്യമായിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇനി LDF പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ. ഇവിടുത്തെ UDF എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 50 അല്ല ഈ 67 മന്ത്രിസഭയും ഇടയ്ക്ക് മാണി അപ്പുറത്ത് പോയതും ജോസഫ് അപ്പുറത്ത് പോയതൊക്കെ മുസ്ലിമുകൾ ത്രൂ മുസ്ലിം ലീഗ്, എല്ലാവരും മുസ്ലിം ലീഗല്ല, ഞാൻ മുസ്ലിം ലീഗുകാരനല്ല, മുസ്ലിമുകളും ക്രൈസ്തവരും കൂടെ ചേർന്നിട്ടുള്ള ഭരണമാണെന്ന് ഈ UDF ഭരണം. അതിൽ നമ്പർ 2 ചില കാലഘട്ടത്തിൽ മാണിയായിരുന്നു. നമ്മുടെ നമ്പർ 2 എന്ന് പറഞ്ഞാൽ മന്ത്രി, നമ്മുടെ കാറിൻ്റെ നമ്പറാണ് ഞാൻ പറഞ്ഞത്. നമ്പർ 2 പിന്നെ കുറച്ച് കാലം കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. ഇവരൊരുമിച്ച് ഭരിച്ചിരുന്നതാണ്. അപ്പോൾ ഇവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചിട്ട് ഇവർക്കെന്നെ നഷ്ടം പറ്റുള്ളൂ. അല്ലാതെ എന്താ, ഞാനത് വീണ്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനതിൽ പെട്ടല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള മനസ്സിലായില്ലേ വർഷങ്ങളോളമുള്ള ഒരു സൗഹൃദം. ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ, ഞാൻ പഠിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, എൻ്റെ സഹോദരിമാർ പഠിച്ചത് പ്രോവിഡൻസ് സ്കൂളിൽ, സെൻറ്റ് ജോസഫ് ഇരിങ്ങാലക്കുടയിൽ, മനസ്സിലായി. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയി പഠിച്ചതെന്താ? ഞങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും വിരോധം അവരോടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റ് ജോസഫ് ഇരിങ്ങാലക്കുടയിൽ പോയി പഠിക്കുമോ? ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത്ര സൗഹാർദ്ദപൂർവ്വമായിട്ട് നിന്നിരിക്കുന്ന സമൂഹങ്ങൾ തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല, മനസ്സിലായില്ലേ. രാഷ്ട്രീയമായിട്ട് അവരെവിടെ വേണമെച്ചാൽ വോട്ട് ചെയ്തോട്ടെ, അവർ LDFന് വോട്ട് ചെയ്യുക, UDFന് വോട്ട് ചെയ്യുക, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ആ ഭിന്നിപ്പുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 2 സഹോദരങ്ങൾ അപ്പുറത്തും അതിൻ്റെ കൂടെ കോൺഗ്രസ്സിൽ വലിയൊരു ഭാവമില്ലേ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള. ഞങ്ങളെപ്പോഴും പറയാറുള്ളത് നായർ സമുദായം കൂടുതലും കോൺഗ്രസ്സിന് കൂടെ വോട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ കാണുന്നത്. എന്നാൽ കൂടി അങ്ങനെ അപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാണക്കാട് തങ്ങൾ ക്രിസ്മസ് ദിവസം കേക്കായിട്ട് താമരശ്ശേരി ബിഷപ്പിനെ കാണാൻ പോയത്. എന്താ അത് കാണിക്കുന്നത്? ആ സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് തങ്ങൾ പിന്നെ ഓഫ്കോഴ്സ് ഏറ്റവും വലിയ ഉയർന്ന നേതാവിനെ കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം തങ്ങളതിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാകുമ്പോഴും ഈ മുനമ്പം വിഷയത്തിൽ തന്നെ ഞാൻ 100% അവരുടെ കൂടിയാണ്. ഞാൻ ഈ ചാനലിലൊന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഫറൂഖ് കോളേജുകാരാണ് അതിന് ഉത്തരവാദി, അവർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പുറത്ത് ഞങ്ങളെന്ത് പറയുന്ന അപ്പോഴത്തേനാണല്ലോ വഖഫ് ബോർഡിൽ ഇത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തതായിട്ട് വരുന്നത്. അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. അത് ഞങ്ങളോട് ഫറൂഖ് കോളേജ് കമ്മിറ്റി എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഗിഫ്റ്റാണെന്ന് ശരി, ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സേർട്ടും കൂട്ടറും വരുന്നു, മനസ്സിലായി. നിങ്ങളെന്നാ ഡോക്യുമെൻ്റ് കണ്ടല്ലോ, ആ ഡോക്യുമെൻറ്റിൽ വഖഫ് എന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റി പറയാൻ പറ്റും. വഖഫ് ആണെന്ന് വഖഫ് ബോർഡ് ചെയർമാനായിട്ടുള്ള സക്കീർ ഹുസൈൻ പറയുന്നു, അത് വഖഫാണ്. കോടതി വിധി പറവൂർ തൊട്ടിട്ട് ഹൈക്കോടതി വരെ വിധികൾ കിടക്കുന്നു, വഖഫാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിഞ്ഞൂടാ ഈ പുതിയ വഖഫ് ബില്ലിൽ എങ്ങനെയാണ്. അതിൽ ഞാൻ വായിച്ചിടത്തോളം അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ വായിച്ചിട്ടില്ലല്ലോ, കാരണം ബില്ല് വന്നിട്ടില്ലല്ലോ നമ്മുടെ കയ്യിലോട്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ എമ്പുരാൻ്റെ കഥ പറഞ്ഞ മാതിരി 2.5 മണിക്കൂർ കട്ട് 10 മിനിറ്റ് കട്ട് എന്ന് പറഞ്ഞ മാതിരി നമ്മളെല്ലാം പറയണം ഇത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തീർത്തും പറയാം, വെറുതെ അനാവശ്യമായിട്ടൊരു കച്ചറക്ക് പോകേണ്ട ആവശ്യമില്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുനമ്പം കാര്യത്തിൽ അവരെല്ലാവരും വിശ്വസിക്കുന്നത് അതിൽ ന്യായം ഈ അവിടുത്തെ അന്തേവാസികളുടെ നമുക്ക് ഒഴിവാക്കാലോ ഡോക്യുമെന്റ്. ശരി ശ്രീ ജോസഫ് ജൂഡ്,
ആണ്. ശ്രീ ജോസഫ് ജോർജ്, Document ഈ ഒറ്റ മുനമ്പത്തെ കാര്യം 600ഓളം വരുന്ന document കുടുംബങ്ങളുടെ ഇല്ലാത്ത അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ എംപിമാർ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് സഭ ആവശ്യപ്പെട്ടതെങ്കിൽ ഇന്നിപ്പോൾ അതിന് വിരുദ്ധമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. സഭയ്ക്ക് ആ കാരണങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടോ? അതായത് ഇവരുടെ ഈ സഭ ഒരു ആവശ്യം പറയുമ്പോൾ അതിന് ഒപ്പം നിന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ പാർട്ടികളെ നിങ്ങൾ വിലയിരുത്തുക ഇനി? അതായത് ബി ജെ പിക്ക് അനുകൂലമായ ഒന്ന്, കേരളത്തിൽ യു ഡി എഫിന് വിരുദ്ധമായ അല്ലെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വിരുദ്ധമായ ഒരു നിലപാട് എന്ന നിലയിലായിരിക്കുമോ സഭ ഈ വിഷയത്തെ ഇനി വിലയിരുത്തുക ഈ വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞാൽ? കേരളത്തിലെ കത്തോലിക്ക സഭ എപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ വിലയിരുത്തിയായിരിക്കും തീർച്ചയായിട്ടും ഈ കത്തോലിക്ക സഭ രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചിരുന്നു, ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെ, സമീപനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും. ജോസഫ് ജോർജ്, കേരള നിയമസഭയിൽ ഈ ബില്ലിനെതിരെ സംയുക്തമായി പ്രമേയം പാസാക്കി എന്ന് ബോധ്യമുള്ള സഭ പിന്നെ എന്ത് കണ്ടാണ് കേരളത്തിലെ എം പിമാർ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അതിലൂടെ ഒരു രാഷ്ട്രീയമല്ല പുറത്തു വരുന്നതെങ്കിൽ? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബില്ല് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ബില്ലിൻ്റെ വോട്ടിംഗ് പ്രോസസ്സ് എനിക്കറിയില്ല എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. കാരണം 44 ക്ലോസസ്സാണ്, 44 അമെൻമെൻറ്റ്സ് ആണ് ഈ ബില്ലിൽ ഉള്ളത്. അതിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി, സെക്ഷൻ 2-ൽ ഒരു ഇൻസേർഷനുണ്ട്. ആ ഇൻസേർഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബോറോ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകമായ സ്പെഷ്യൽ റിക്വസ്റ്റിന് പുറത്ത് JPC കമ്മിറ്റി ശുപാർശ ചെയ്തതാണ്. അതിൽ പറയുന്നത്, പ്രൊവൈഡഡ് ഫോർ ദാറ്റ് നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ വിത്ത്സ്റ്റാൻഡിങ് എനി ജഡ്ജ്മെൻറ്റ്, ഡിക്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് അപ്ലൈ ടു എ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purpose similar to a waqf under any law for the time being in force. അപ്പോൾ അത്തരത്തിലൊരു ട്രസ്റ്റ് ഈ നിയമത്തിന് മുൻപോ പിൻപോ രൂപപ്പെട്ടാൽ, ഒരു മുസ്ലിം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ആ ട്രസ്റ്റിന് ഈ വഖഫ് നിയമം ബാധകമല്ല എന്നൊരു ക്ലോസ് ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ഈ മുനമ്പം പ്രദേശത്തെ ജനങ്ങൾ കിട്ടും. ആ ഒരു ജോസഫ് ജോൺ, ഞാൻ ചോദിച്ചത് അല്ല, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കും. ഇവിടെ കോൺഗ്രസ് ആയാലും LDF ആണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്? കാരണം കോടതി പറയുന്നു വഖഫ് നിയമമാണ്, വഖഫിൽ ഈ വ്യവസ്ഥ സെക്ഷൻ 40 അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണൽ, ആ രണ്ട് പ്രശ്നങ്ങളും രണ്ട് വ്യവസ്ഥകളും ഈ പ്രശ്ന പരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നു എന്ന് കോടതിയുടെ പരാമർശം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നത് അല്ലല്ല ഞാൻ ചോദിച്ചത്, പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം NDAക്ക് ഉണ്ട് എന്ന് സഭയ്ക്ക് അറിയാമല്ലോ. എന്തുകൊണ്ടാണ് സഭ കേരളത്തിൽ UDF MPമാർ അനുകൂലമായി വോട്ട് ചെയ്യണമെന്നൊരു നിലപാട് സ്വീകരിച്ചത്? സഭയ്ക്ക് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം അറിയാം. ഇതിന് പിന്നിലുള്ള ഇവിടെ കേരള നിയമസഭയിൽ ഏകകണ്ഠമായി ഈ ബില്ലിനെതിരെ പ്രമേയം പാസാക്കി എന്ന നിലപാടറിയാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സഭ പ്രത്യക്ഷമായി കേരളത്തിലെ UDF MPമാർ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് UDF MPമാരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സംഭവമാണെന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ അതിലൂടെ ഒരു രാഷ്ട്രീയ സന്ദേശം വരുന്നുണ്ടല്ലോ. ഞങ്ങൾ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം അതിനകത്തുണ്ടല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. കാരണം പ്രത്യേകിച്ച് ഇതൊരു നീതിയുടെ വിഷയമാണ്, മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ്. നീതിയുടെയും മനുഷ്യാവകാശത്തിൻ്റെയും പ്രശ്നം ഉയർന്നു വരുമ്പോൾ ജനപ്രതിനിധികൾ ഏത് പക്ഷം ചേർന്ന് നിൽക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാവണം. കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ 610 കുടുംബങ്ങൾക്ക് മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ജനപ്രതിനിധികൾ ഏത് പക്ഷത്തും നിൽക്കണം. ലളിതമായ ഒരു ചോദ്യം, UDFലും LDFലുമുള്ള കേരള കോൺഗ്രസുകളുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടോ? അല്ല, നമ്മളെ സംബന്ധിച്ചോളം ആരും നിലപാടെടുക്കുന്നു ബോധ്യപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ വിഷയത്തിലെ സഭയ്ക്ക് ഇവരുടെ നിലപാടുകൾ ബോധ്യപ്പെട്ടു? അല്ല, വോട്ടിംഗ് കഴിയട്ടെ. ഇന്ന് ഇപ്പോ ഈ രാത്രിയിൽ വോട്ടിംഗ് കഴിയുമ്പോഴേക്കും അവരുടെ നിലപാട് വ്യക്തമാകുമല്ലോ. ശരി. ശ്രീ നിജേഷ് അരവിന്ദ്, സമയം കുറവായതുകൊണ്ട് നേരെ താങ്കളുടെ മറുപടി. അല്ല,
ഈ വിഷയത്തിൽ സഭ പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളിൽ നിലപാടെടുക്കണമെന്നാണ്. നമ്മൾ വളരെ കൃത്യമായി പറയുന്നു. ആർട്ടിക്കിൾ 14, 15, 25, 26, 30 ഒക്കെ ലംഘനമാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബിൽ. നമ്മൾക്കറിയാം ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, അവിടെ എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് 5 വർഷം പ്രായമായ എങ്കിലും വിശ്വസിച്ച മുസ്ലിങ്ങൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്. അത് എവിടെയും തെളിയിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമം ഭരണകക്ഷികൾ നടത്തുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കരുത്. കാരണം ഒരു പഴയകാല ചരിത്രം, പൂർവ്വകാല ചരിത്രം നമ്മൾ മറന്നു പോകരുത്. പരസ്പരം മനുഷ്യനെ അടുപ്പിക്കുന്ന, തെറ്റിപ്പിക്കുന്ന, ശത്രുവാക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഭരണാധികാരികൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചറിയണം. ചർച്ച ചെയ്യാൻ ആരോടും ചർച്ച ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നമോ പ്രയാസമോ ഇല്ല. പ്രതിപക്ഷ നേതാവ് നേരിട്ട് ചർച്ച ചെയ്യേണ്ട ഘട്ടം വന്നാൽ അതുപോലും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കാരണം നമ്മുടെയൊക്കെ മുന്നിലുള്ളത് ഇന്ത്യ, അതൊരു മതേതര മതസഹിഷ്ണുത ഇന്ത്യയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി കോൺഗ്രസ് ഏതറ്റം വരെയും പോകും. ശ്രീ ജിജി, ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി ക്രൈസ്തവ സഭയെ BJPക്ക് ക്രൈസ്തവ സഭയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നായി ഇത് മാറും എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടോ? ഞങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊന്നും അല്ലെന്നേ. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്നുമില്ല ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയൊന്നും ആരും കരുതണ്ട. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ആളുകളെ വിഭജിക്കുന്ന തരത്തിലുള്ള ഈ സെക്ഷൻ 40 അടക്കം കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ നിലപാടുകളാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ഇവിടെ പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ എടുത്ത് മാറ്റാൻ പോലും അവർ തയ്യാറല്ല. മാറ്റുന്നതിനെ അവർ എതിർക്കുകയാണ്. പക്ഷേ സമാധാനം വേണമെന്ന് അവർ പഞ്ചസാരയിൽ പൊതിഞ്ഞ് പറയുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, ഫസൽ ഗഫൂർ സാർ ഇവിടെ എത്ര മനോഹരമായിട്ടാണ് മധുരം പുരട്ടി പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ വഖഫാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു. പാർലമെൻറ്റൊക്കെ വഖഫിൽപ്പെട്ടതാണെന്ന് ഞങ്ങൾ നിഷേധിക്കുന്നു. ഇവർക്ക് കൃത്യമായി സ്ഥലം കിട്ടണം, മുനമ്പങ്കാർക്ക് സ്ഥലം കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ കിട്ടുമോ? ഈ അമെൻമെൻറ്റ് ബില്ലില്ലെങ്കിൽ കിട്ടുമോ? കിട്ടില്ല. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഇവർ എല്ലാ കാലത്തും ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പുനരധിവസിപ്പിക്കുക എന്നൊക്കെ കോൺഗ്രസ് പ്രതിനിധി കുറച്ചു മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് പ്രശ്നമുണ്ടായി വരുന്ന സമയത്ത്, വഖഫിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം അവിടെ ഒരു MP-യും ഒരു സമുദായ പ്രതിനിധിയുടെ നേതാവും കൂടി ചേർന്ന് പറഞ്ഞത് 5 സെൻറ്റിൽ കൂടുതലുള്ളവർക്ക്, 10 സെൻറ്റിൽ കൂടുതലുള്ളവർക്ക് 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും, അതിൽ താഴെയുള്ളവർക്ക് 3 സെൻറ്റ് സ്ഥലവും ഒരു വീടും, എന്നിട്ട് നിങ്ങളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാമെന്നാ പറഞ്ഞേ. ആ മാറ്റിപ്പാർപ്പിക്കലാണ് ഞങ്ങൾ അവിടെ ചെന്ന് തടഞ്ഞത്. അത്തരം നീക്കങ്ങളാണ് ഞങ്ങൾ തടഞ്ഞത്. ഗവൺമെൻറ് ഈ ഭൂമി ഏറ്റെടുക്കുകയും അതിനുശേഷം വിട്ടുതരാമെന്ന് പറയുകയും പകരം വേറെ ഭൂമി 400 ഏക്കർ കാസർഗോഡ് എവിടെയെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നതും ഒക്കെയാണ് ഞങ്ങൾ തടഞ്ഞത്. ഇങ്ങനെയല്ല ഇത് പോകേണ്ടത്. ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടണം. ചാവക്കാട് ഒരാളുടെ, ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു, ആ ഫ്രാൻസിസ് ചേട്ടൻ്റെ വീടിൻ്റെ ഒരു മുറി വഖഫാണ്. 3 തലമുറയായിട്ട് നായർ കമ്മ്യൂണിറ്റിക്ക് കിട്ടി. അവർ വിറ്റുകൊണ്ടിരിക്കുന്ന വിറ്റ് പോയ സ്ഥലമാണ്. അത് രാജാവിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ അതും വഖഫാണ്. ഇത്തരം അനീതിക്കെതിരെയും പിന്നീട് വഖഫിൻ്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ, 5 സ്റ്റാർ ഹോട്ടൽ അടക്കം മാസം 12,000 രൂപ റെൻറ്റിൽ 5 സ്റ്റാർ ഹോട്ടലിന് വിട്ടുകൊടുക്കുന്ന നിലപാട് വരെ എടുക്കുന്ന ഈ രാഷ്ട്രീയക്കാരും വഖഫിൻ്റെ മേലെ വന്നിരിക്കുന്ന ചില പ്രതിനിധികളും ചേർന്ന് ഇതിനെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെയാണ് ഈ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് പാസ്സാകുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ സാധാരണ എല്ലാ ആനുകൂല്യവും കിട്ടേണ്ട പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് കൂടി ഈ വഖഫിൻ്റെ ഈ കാരുണ്യം കിട്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ബില്ല് ഇങ്ങനെ പരിഗണിച്ചിരിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഒറ്റ വാചകത്തിൽ എന്തെങ്കിലും താങ്കൾക്ക് ഇതിന് മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് ഞാൻ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യും. അതായത് ഇതൊരു ഇൻ്റലക്ച്വൽ ലെവലിൽ ഒരു ചർച്ച ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുന്നത് വെറുതെ അടിപിടി കൂടെ. നമ്മുടെ BJPയുടെ പ്രതിനിധി മാന്യമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം കളിയാക്കി പറഞ്ഞതും മാന്യമായിട്ട് കളിയാക്കി, അത് ഞാൻ സ്വീകരിച്ചു. പക്ഷേ ഞാൻ ഉറപ്പിച്ചോ, ഞാൻ അതെ അല്ല അതെ അതെ
അല്ല കേക്ക് അതിന് ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. ഞങ്ങളാരും കൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നില്ല, ഞങ്ങളതിന് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ മധുരം എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഞങ്ങൾക്ക് ആ സ്റ്റാൻഡിൽ എടുക്കാൻ പറ്റുള്ളൂ. കോടതി കിട്ടുന്ന കേസാണ്, പാർലമെന്റിൽ നടക്കുന്ന കേസാണ്. നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല, പക്ഷെ കേസ് കൊടുക്കുന്നവരുണ്ട്. കിട്ടും വിചാരിക്കാം നമുക്ക്. ഞങ്ങൾ കേസ് കൊടുക്കുന്നില്ല, നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല. അതുണ്ടാവും, സന്തോഷം. ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് കേസ് സ്ഥലം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് സങ്കടം. അത് തന്നെയാണ്. പാർലമെന്റിൽ ബില്ല് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം അതിൽ നിങ്ങളെ BJP അതിന് വേണ്ട അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന്. അപ്പൊ അത് നാളെ നമുക്ക് ചർച്ച ശരി, ചെയ്യാം. ഏതായാലും അത് ബില്ല് retrospective പാർലമെന്റിൽ കിട്ടുമല്ലോ ഇന്ന് വോട്ടിനിടാൻ പോകുന്നു. അത് പാസ്സാകുകയും ചെയ്യും. ശരി. പക്ഷെ അതിനപ്പുറത്തേക്ക് വഖഫ് പ്രശ്നം പരിഹരിക്കാൻ BJP നടത്തിയ ഈ ശ്രമങ്ങളുടെ രാഷ്ട്രീയമായ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് ആരാണ്? കേരളത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.